നമസ്കാരം. ഫുട്ബോൾ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. പ്രീമിയർ ലീഗിൽ ഈ സീസൺ സിറ്റി വേഴ്സസ് ആർസണൽ ആയിരിക്കും എന്നാണ് പലരും ഈ സീസൺ സ്റ്റാർട്ടിൽ പറഞ്ഞത്. അല്ലെ, ഈ സീസൺ നമ്മൾ നോക്കാനായിട്ടാണെങ്കിൽ ആർസണൽ ടീം കണ്ടിട്ട് പലരും പ്രെഡിക്റ്റ് ചെയ്തു, ഓക്കെ ഈ സീസൺ നല്ല ചാൻസ് ഉണ്ട്. കഴിഞ്ഞ 2 വർഷമായിട്ട് അവർ ബാക്ക് ടു ബാക്ക് സെക്കൻഡ് ഫിനിഷ് ചെയ്യുന്നു. ലാസ്റ്റ് ഇയർ സിറ്റിക്ക് നല്ലൊരു കോമ്പറ്റീഷൻ ഫൈൻഡ് ചെയ്തു. ഈ സീസൺ സിറ്റി സ്ലിപ്പ് ആവുകയാണെങ്കിൽ, അല്ലെങ്കിൽ ഈവൻ സിറ്റിക്ക് ഏറ്റവും കോമ്പറ്റീഷൻ കൊടുക്കാൻ പോകുന്ന സൈഡ് ആർസണൽ ആണെന്നാണ് പലരും പ്രതീക്ഷ. പക്ഷേ നമ്മൾ പ്രതീക്ഷിച്ച പോലെ നടന്നില്ല. സിറ്റിയും കോമ്പറ്റീഷനിലായിരുന്നു. ഇറ്റ് വാസ് ലിവർപൂൾ ദിസ് ഇയർ. ആർസണൽ സീരീസിൽ ലിവർപൂളിന് ഒരു ടൈപ്പ് കോമ്പറ്റീഷൻ കൊടുത്തു എന്ന് ചോദിച്ചാലില്ല. ഇപ്പം 76 പോയിന്റ് ആണ് ഈ സീസൺ, 74 പോയിന്റ് ആണ് ആർസണൽ ഈ സീസൺ എടുത്തത്. 20 വിജയം, 14 ഡ്രോസ്, 4 ലോസസ്. അതേ സമയത്ത് ലിവർപൂൾ ഈ സീസണിൽ എടുത്തത് 84 പോയിന്റ്സ് ആണ്, 2.26 പോയിന്റ്സ് പെർ ഗെയിം. 10 പോയിന്റ് ഗ്യാപ്പിലാണ് നമ്മൾ നോക്കാനായിട്ടാണ് ലിവർപൂൾ ടൈറ്റിൽ അടിക്കുന്നത്. പക്ഷേ നമുക്കറിയാം ലാസ്റ്റ് 3-4 മാച്ച് മുമ്പ് തന്നെ ലിവർപൂൾ ടൈറ്റിൽ ഉറപ്പിച്ചിരുന്നു. ലാസ്റ്റ് 3-4 മാച്ചൊക്കെ നമ്മൾ നോക്കാനായിട്ടാണ് ലിവർപൂൾ ഉഴപ്പേര് കളിച്ചത്. 10ന്റെ സ്ഥാനത്ത് മേ ബി 16-17 പോയിന്റ്സ് ഗ്യാപ്പിൽ 15-ന് മേളിൽ പോകേണ്ടതാണ്. പക്ഷേ നമ്മൾ നോക്കാനായിട്ടാണെങ്കിൽ ലിവർപൂൾ ലാസ്റ്റ് ഫ്യൂ മാച്ചസ് ഇച്ചിരി ഉഴപ്പി കളിച്ചു, അവർ പോയിന്റ്സ് ഡ്രോപ്പ് ചെയ്തു. ആർസണൽ 10 പോയിന്റ്സ് ഗ്യാപ്പിൽ നിർത്തി. ആർസണൽ ഒരു കോമ്പറ്റീഷൻ കൊടുത്തോ എന്ന് ചോദിച്ചില്ല. 10 പോയിന്റ്സിന് ടൈറ്റിൽ, അതും അവസാന 3 മാച്ചസോളം തോറ്റാലും കുഴപ്പമില്ല ലിവർപൂൾ എന്നൊരു സിറ്റുവേഷൻ വന്നു. ആർസണൽ ഈ സീസൺ ഒരു ടൈറ്റിൽ റേസിൽ ഉണ്ടായിരുന്നോ എന്ന് ചോദിച്ചാൽ ഇല്ല. പക്ഷേ ആർസണൽ ചാമ്പ്യൻസ് ലീഗിൽ 2008-09 ശേഷം സെമി ഫൈനലിൽ ഫസ്റ്റ് ടൈം കളിക്കുകയുണ്ടായി. സെമി ഫൈനലിൽ PSG ആണ് ആർസണലിനെ തോപ്പിച്ച് പുറത്താക്കിയത്. റയൽ മാഡ്രിഡ് പോലത്തെ ടീമിനെ റൗണ്ട് ഓഫ് 8 തോപ്പിച്ചാണ് ആർസണൽ പ്രോഗ്രസ് ചെയ്തത്. ചാമ്പ്യൻസ് ലീഗിലെ ആർസണലിന്റെ പ്രോഗ്രസ് നമ്മൾ നോക്കാനായിട്ടാണെങ്കിൽ അപ്രിസിയേഷൻ കൊടുക്കേണ്ടതാണ്. സെമി ഫൈനലിൽ കുറെ വർഷങ്ങൾക്ക് ശേഷം കളിക്കുക. അതേ സമയത്ത് നമ്മൾ നോക്കാനായിട്ടാണെങ്കിൽ FA കപ്പിൽ 3rd റൗണ്ടിൽ മാഞ്ചസ്റ്റർ യുണൈറ്റഡിനോട് പെനൽറ്റി ഷൂട്ടൗട്ടിൽ തോട്ട് പുറത്തായി. ആൻഡ് EFL നമ്മൾ നോക്കാനായിട്ടാണെങ്കിൽ സെമി ഫൈനലിനോട് ന്യൂകാസലിന് എഗൻസ്റ്റ് ഒരു വളരെ മോശമായ സീസണിൽ തന്നെ ഏറ്റവും വൺ ഓഫ് ദ വേഴ്സ്റ്റ് പെർഫോമൻസ് പുറത്തെടുത്ത മാച്ചായിരുന്നു ന്യൂകാസലിന് എഗൻസ്റ്റ് 2 ലെഗിലും ആയിട്ട് അഗ്രിഗേറ്റ് 4-1 മറ്റോ അങ്ങോട്ടായിരുന്നു തോറ്റു പുറത്തായി. ആർസണലിന് നമ്മൾ നോക്കാനായിട്ടാണ് ഈ സീസൺ ഓവറോൾ ഫാൻസ് ഹാപ്പി ആയിരിക്കും പെർഫോമൻസിൽ എന്ന് ചോദിച്ചാൽ ഡെഫിനറ്റ്ലി നോട്ട്. ഒരു ടൈറ്റിലും വന്നിട്ടില്ല ആൻഡ് കോമ്പറ്റീഷൻ കൊടുത്തുമില്ല റേസിൽ. പക്ഷേ ഇതൊരു ഭയങ്കര മോശം സീസൺ ആണോ എന്ന് ചോദിച്ചാൽ അല്ല. ചാമ്പ്യൻസ് ലീഗ് സെമി ഫൈനൽ ആൻഡ് ലീഗിൽ സെക്കൻഡ് ഫിനിഷ് ചെയ്യുക സത്യം പറഞ്ഞാൽ മോശമായിട്ടുള്ള ഒരു സീസൺ അല്ല ഓവറോൾ. പക്ഷേ ടൈറ്റിൽസ് ഒന്നും നേടിയില്ല. അറ്റ്ലീസ്റ്റ് ഒരു ഡൊമസ്റ്റിക് ടൈറ്റിൽ നേടുവാണെങ്കിൽ ഇറ്റ് വുഡ് ഹാവ് ബീൻ ബെറ്റർ അല്ലേ. നെക്സ്റ്റ് സീസണിലോട്ട് വരുമ്പോൾ എന്താണ് ആർസണൽ ശ്രദ്ധിക്കേണ്ടത്? ആർസണൽ ഈ സീസൺ നമ്മൾ നോക്കാനായിട്ടാണെങ്കിൽ 69 ഗോൾസ് ആണ് സ്കോർ ചെയ്തത്, 34 എണ്ണമാണ് അവർ കൺസിഡർ ചെയ്തത്. ഡിഫെൻസീവ്ലി ഈ സീസൺ നമ്മൾ ഇതിന്റെ മുമ്പത്തെ സീസണിൽ ആർസണൽ കണ്ടുപോലെ റോക്ക് സോളിഡ് ആയിരുന്നോ എന്ന് ചോദിച്ചാൽ അല്ല. സലീബയുടെ കയ്യിൽ നിന്നും ഗബ്രിയലിന് ഇഞ്ചുറി പറ്റിയത് ലാസ്റ്റ് അടി കിട്ടിയിരുന്നു. കൂടാതെ സലീബയുടെ കയ്യിൽ നിന്ന് കുറച്ച് മിസ്റ്റേക്സ് ഒക്കെ വന്നിരുന്നു. പക്ഷേ എന്ന് പറഞ്ഞ് ഡിഫെൻസീവ്ലി ആർസണലിനെ ആരും വലിച്ച് കീറിയിട്ടുമില്ല. ആർസണലിന് അഗേൻസ്റ്റ് 3 കൂടുതൽ ഗോളുകൾ ഈ സീസൺ ആരും ഒരു മാച്ചിൽ അടിച്ചിട്ടുമില്ല. നമ്മളത് 3 കൂടുതൽ ഗോളുകൾ. ആർസണലിനെ നമ്മൾ നോക്കാനായിട്ടാണെങ്കിൽ ഡിഫെൻസീവ്ലി സ്റ്റിൽ വറിയിങ് ഫാക്ടറാണോ ആർസണലിന്റെ ചോദിച്ചാലല്ല. ഈ സീസണിൽ ചില മാച്ചുകളിൽ ഡിഫൻസ് പതറുന്നതായിട്ട് തോന്നിയിട്ടുണ്ടെങ്കിലും അവർ ഹോൾഡ് ഓൺ ചെയ്തിട്ടുണ്ട്. എനിക്ക് മെയിൻ ആയിട്ട് തോന്നിയിട്ടുള്ള അവർ അറ്റാക്കിൽ ഇപ്പൊ നമ്മൾ ഗോൾസ് ഫ്രണ്ടിൽ വന്നില്ലെങ്കിൽ ഡിഫൻഡേഴ്സ് പാനിക് ആവും, അഥവാ ഡിഫൻസീവ്ലി ഇഷ്യൂസ് കൂടുതൽ എക്സ്പോസ്ഡ് ആവും. ഓപ്പോണൻസിനെ ഔട്ട് സ്കോർ ചെയ്യുക, അതാണ് എല്ലാ ടീമും ചെയ്യുന്നത്. ആർസണൽ നമ്മൾ നോക്കാനായിട്ടാണെങ്കിൽ ധാരാളം 1-0 വിക്ടറീസ് അല്ലെ 2-1 വിക്ടറീസ് ഒക്കെ ഈ സീസൺ എടുത്തിട്ടുണ്ട്. എസ്പെഷ്യലി നമ്മൾ നോക്കാനായിട്ടാണെങ്കിൽ കഴിഞ്ഞ സീസണിൽ 1-0 ലീഡ് ചെയ്താൽ അവർക്ക് അത് പ്രൊട്ടക്ട് ചെയ്യാൻ അറിയാം. പക്ഷേ ഈ സീസൺ പല മാച്ചുകളിലും 1-0 നിന്നെടുത്ത് നിന്ന് ലാസ്റ്റ് 80 മിനിറ്റ്സിന് ശേഷം ആർസണൽ പലപ്പോഴും ഗോൾസ് കൺസീഡ് ചെയ്യുന്ന സിറ്റുവേഷൻ നമ്മൾ കണ്ടിട്ടുണ്ട്. പക്ഷെ അത് ഡിഫൻസിന്റെ ഇഷ്യൂസ് ആണോ എന്ന് ചോദിച്ചാൽ ഞാൻ അല്ലെന്ന് പറയും. കാരണം ഈ 1-0 നിൽക്കുന്ന സമയത്ത് തന്നെ ആർസണൽ 2-0, 3-0 ആക്കാനായിട്ടുള്ള അവസരങ്ങൾ ഉണ്ടായിട്ടുണ്ട്. പക്ഷെ ആർസണൽ അത് കൺവേർട്ട് ചെയ്തിട്ടില്ല. ഈ സീസണിൽ ആർസണൽ നമ്മൾ നോക്കാനായിട്ടാണെങ്കിൽ 69 ഗോൾസ് ആണ് അവർ സ്കോർ ചെയ്തത്, 1.82 ഗോൾസ് പെർ ഗെയിമാണ്. അതേസമയത്ത് ലിവർപൂൾ ഈ സീസൺ സ്കോർ ചെയ്തത് 86 ഗോൾസ് ആണ്, 2.26 ഗോൾസ് പെർ ഗെയിം. അതേസമയത്ത് ആർസണൽ 0.89 ഗോൾസ് പെർ ഗെയിമെ കൺസീഡ് ചെയ്തിട്ടുള്ളൂ. ലിവർപൂൾ 1.08 ഗോൾസ് പെർ ഗെയിം കൺസീഡ് ചെയ്തിട്ടുണ്ട്. അത് അപ്രിസിയേഷൻ കൊടുക്കേണ്ടതാണ് നമ്മൾ നോക്കാനായിട്ടാണ് ആർസണലിന്. പക്ഷെ ആർസണലിന്റെ ഗോൾ സ്കോറേഴ്സിനെ നിങ്ങൾ നോക്കുക. ഈ സീസൺ ആരും ലീഗിൽ 10 ഗോള് അതായത് ഡബിൾ ഡിജിറ്റ് സ്കോർസിലോട്ട് എത്തിയിട്ടില്ല. കായ് ഹാവേർട്സ് 9 ഗോൾ 23 കളികളിൽ നിന്ന്, മാർട്ടിനെലി 8 ഗോൾ 23 കളികളിൽ നിന്ന്, മിക്കേൽ മെറീന 7 ഗോൾ 28ഓളം കളികളിൽ നിന്ന്, അതുപോലെ തന്നെ ബക്കയോ സാക്ക 6 ഗോൾ 25 കളികളിൽ നിന്ന്. ഇതിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കാൻ സാധിക്കുന്ന കാര്യം എന്ന് വെച്ചാൽ ഡബിൾ ഡിജിറ്റ്സിലോട്ട് ആരും എത്തിയിട്ടില്ല. ആൻഡ് ആർസണൽ ടീമിന് ശരിയാണ്, ഞാൻ ഈ പറഞ്ഞ പ്ലേയേഴ്സ് ഒന്നും 30 ഗെയിംസ് കംപ്ലീറ്റ് ചെയ്തില്ല. സീസണിൽ ഇവർക്കെല്ലാം ഇഞ്ചുറിയോ എന്തെങ്കിലുമൊക്കെ കിട്ടിയിട്ടുണ്ട്. മേ ബി 35 ഗെയിംസ് വരെ കളിക്കുമായിരുന്നെങ്കിൽ ഡബിൾ ഡിജിറ്റിലോട്ട് ഡെഫിനറ്റ്ലി കായ് ഹാവേർട്സും ഒക്കെ എത്തിയാണ് വിത്തൗട്ട് എ ഡൗട്ട്. പക്ഷേ നമ്മൾ നോക്കാനായിട്ടാണെങ്കിൽ ഒരു 20 ഗോൾസ് പെർ സീസൺ ഗ്യാരണ്ടീഡ് ആയിട്ട് പ്രൊവൈഡ് ഈ ആർസണൽ ടീമിൽ ആര് ചെയ്യും എന്നുള്ളൊരു ക്വസ്റ്റ്യൻ നമുക്ക് ചോദിക്കേണ്ടതുണ്ട്.
സോ മാർട്ടിനെലി ഡെഫിനറ്റ്ലി ഫ്യൂച്ചറിൽ ട്രസ്റ്റ് ചെയ്ത് പോകാമോ എന്നുള്ളൊരു ക്വസ്റ്റ്യൻ ആർസണൽ ഫാൻസിന്റെ ഇടയിലുണ്ട്. ഐ തിങ്ക് ലെഫ്റ്റ് ഹാൻഡ് സൈഡിൽ ആർസണലിന് മാസീവ് ഇംപ്രൂവ്മെന്റ് വേണം. സാക്കയ്ക്ക് ഇഞ്ചറി പറ്റിയാൽ ആർസണൽ റിയലി സ്ട്രഗിൾ ചെയ്യാറുണ്ടാവും ഇൻ ഫ്രണ്ട് ഓഫ് ദ ഗോൾ, എസ്പെഷ്യലി ചാൻസ് ക്രിയേഷന്റെ കാര്യത്തിലാണെങ്കിലും എല്ലാത്തിനാണെങ്കിലും ആർസണൽ റിയലി സ്ട്രഗിൾ ചെയ്യാറുണ്ട്. പക്ഷേ സാക്കയ്ക്ക് ഇഞ്ചറി പറ്റുമ്പോഴേക്കും അത് കൺസേണിംഗ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. അതുപോലെ തന്നെ മിക്കൽ മെറീനോനെ പലപ്പോഴും കായ് ഹാവേർട്സിന് ഈ സീസൺ ക്രൂഷ്യൽ ടൈമിൽ ഇഞ്ചറി പറ്റിയപ്പോൾ മിക്കൽ മെറീനോനെ ഹൂ ഇസ് എ മിഡ്ഫീൽഡർ സെൻട്രൽ ഫോർവേഡായി പല മാച്ചുകളിലും അർട്ടേറ്റയ്ക്ക് സ്റ്റാർട്ട് ചെയ്യേണ്ടി വന്നിട്ടുണ്ട്. സോ ഒരു ടൈറ്റിൽ ചാലഞ്ചിലുള്ള ടീമിന്റെ സെൻട്രൽ ഫോർവേഡ്, ബാക്കപ്പ് സെൻട്രൽ ഫോർവേഡ് ഒരു മിഡ്ഫീൽഡർ ആണോ എന്നുള്ളൊരു ക്വസ്റ്റ്യൻ. ഈവൻ ഒരു പ്രോപ്പർ സെൻട്രൽ ഫോർവേഡ് ഇല്ല, കായ് ഹാവേർട്സ് നമുക്കറിയാം പ്രോപ്പർ സെൻട്രൽ ഫോർവേഡ് അല്ല, പക്ഷേ പോടെ കായ് ഹാവേർട്സിനെ സെൻട്രൽ ഫോർവേഡ് ആയിട്ട് കൺസിഡർ ചെയ്യുന്നത്. ബട്ട് ആളുടെ ബാക്കപ്പ് മിക്കേൽ മെറീനോ ആണോ എന്നുള്ളൊരു ക്വസ്റ്റ്യൻ ആർസണൽ ചോദിക്കേണ്ടതുണ്ട്, മാനേജ്മെന്റിന് ചോദിക്കേണ്ടതുണ്ട്. അതുപോലെ തന്നെ ഈ സീസൺ ആർസണലിനെ ഏറ്റവും ഡിസപ്പോയിന്റ് ചെയ്ത് ആരാന്ന് ചോദിച്ചാൽ ഞാൻ പറയും ക്യാപ്റ്റനായ ഒഡിഗാർഡിന്റെ പെർഫോമൻസ് ആണ്. ഒഡിഗാർഡ് ആ ഒരു ഇഞ്ചറി, ഇന്റർനാഷണൽ ബ്രേക്കിന്റെ ഇഞ്ചറിക്ക് ശേഷം വന്നപ്പോൾ ആ ഒരു ഇഞ്ചറി പറ്റി കുറച്ചാൾ പുറത്തിരുന്നതിന് ശേഷം വന്നല്ലോ, അതിനുശേഷമുള്ള ഒഡിഗാർഡിന്റെ പെർഫോമൻസ് റിയലി പറയുകയായിരുന്നു. 3 ഗോളും 8 അസിസ്റ്റുമാണ് ഒഡിഗാർഡ് ഈ സീസൺ പ്രീമിയർ ലീഗിൽ നേടിയത്. അത് മോശമാണോ എന്ന് ചോദിച്ചാൽ മോശമല്ല, പക്ഷെ ഒഡിഗാർഡിൽ നിന്ന് എന്താണോ എക്സ്പെക്ട് ചെയ്തത് അത് കിട്ടിയിട്ടില്ല. എസ്പെഷ്യലി ബിഗ് മാച്ചുകളിൽ ഏറ്റവും ഡിസപ്പോയിന്റ് ചെയ്ത ആർസണൽ പ്ലെയർ ആരാണെന്ന് ചോദിച്ചാൽ ഞാൻ പറയും ഒഡിഗാർഡാണ്. ഈസ് എ ഗുഡ് ക്യാപ്റ്റൻ, ക്രിയേറ്റീവ് പ്ലെയർ ആണ്, ഗോൾസ് ക്രൂഷ്യൽ മൊമെന്റ്സിൽ സ്കോർ ചെയ്യുന്ന ഒരു പ്ലെയർ ആണ്, അല്ലാന്നല്ല. പക്ഷെ എന്നാലും 3 ഗോള് ലീഗിൽ ഒഡിഗാർഡിൻ്റെ അത് കിട്ടിയാൽ പോരാ, അത് കൂടുതൽ കിട്ടണം. 8 അസിസ്റ്റ് മോശമല്ല, ബട്ട് ദേ നീഡ് മോർ. ഒഡിഗാർഡിന് അവിടെ ഒരു കോമ്പറ്റീഷൻ കൊണ്ടുവരുന്ന കാര്യം ആർസണൽ ആലോചിക്കേണ്ടതുണ്ട്. സ്റ്റിൽ വിത്തൗട്ട് എ ഡൗട്ട് ഹീസ് എ ക്വാളിറ്റി പ്ലെയർ, നെക്സ്റ്റ് സീസൺ ക്യാപ്റ്റൻ എല്ലാമാണ്. പക്ഷേ ഒഡിഗാർഡിന് അവിടെ ഒരു കോമ്പറ്റീഷൻ വരണം. അതുപോലെ ആർസണലിന് പോസിറ്റീവായിട്ട് ഈ സീസൺ എടുക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് ചോദിച്ചാൽ ലൂയിസ് കെല്ലി, നൊനേരി, ഈ 2 യങ്സ്റ്റേഴ്സിന്റെ വരവാണ്. എസ്പെഷ്യലി ലൂയിസ് കെല്ലി സീരിയസ് ബോളറാണ്. ആള് നെക്സ്റ്റ് ഇയർ കഴിഞ്ഞാൽ ഫ്രീ ഏജന്റ് ആണ്. സോ ആർസണൽ എങ്ങനെയും വർക്ക് ചെയ്ത് കോൺട്രാക്ട് എക്സ്റ്റെൻഡ് ചെയ്യുക, അത് ആർസണൽ ചെയ്യേണ്ട കാര്യമാണ്. റയൽ മാഡ്രിഡ് ലൂയിസ് കെല്ലി ഇൻട്രസ്റ്റഡ് ആണെന്ന് കേൾക്കുന്നുണ്ട്. വെറും എന്താ പറയുക, ഈ ഒരു ടീനേജർ നമ്മൾ നോക്കാനായിട്ടാണെങ്കിൽ റയൽ മാഡ്രിഡിന് അഗെയിൻസ്റ്റ് ഉള്ള മത്സരം നിങ്ങൾ കണ്ടാൽ മതി, ആളുടെ ക്വാളിറ്റി മനസ്സിലാക്കുക. ആ പിച്ചിൽ 2 ടീമിലെയും, അതായത് റയൽ മാഡ്രിഡ് ആർസണൽ എടുക്കുവാണ്, 2 ടീമിലെ പ്ലേയേഴ്സ് കമ്പൈൻഡ് ആയത് ആ പിച്ചിലുള്ള 22 പ്ലേയേഴ്സിൽ ഏറ്റവും കൂൾ ഹെഡായിട്ട് കളിച്ച പ്ലെയർ ആരായിരുന്നു ചോദിച്ചാൽ ലൂയിസ് കെല്ലി ആയിരുന്നു എന്ന് പറയും. എസ്പെഷ്യലി ആ ഫസ്റ്റ് ലെഗിൽ കാണേണ്ട മത്സരം തന്നെയായിരുന്നു. വിത്തൗട്ട് എ ഡൗട്ട് സീരിയസ് ബോളർ, വൺ ഫോർ ദ ഫ്യൂച്ചർ. ആർസണൽ ഷുഡ് കീപ് ഹിം. സീരിയസ് ബോളറാണ്. സോ അതുപോലെ തന്നെ നൊനേരി ലുക്സ് റിയലി ഗുഡ്. ലെറ്റ്സ് സീ ആളെങ്ങനെ പ്രോഗ്രസ് ചെയ്യുന്നുള്ളത്. മേ ബി സാക്കയ്ക്ക് ഒക്കെ റൊട്ടേറ്റ് ചെയ്യാനായിട്ട് നല്ലൊരു ഓപ്ഷനാണ് നൊനേരി നെക്സ്റ്റ് സീസൺ. സോ ആർസണൽ നെക്സ്റ്റ് സീസണിലോട്ട് വരുമ്പോൾ ടാർഗറ്റ് ചെയ്യേണ്ടത് എന്താണ്? സീരിയസ്ലി ദേ ഷുഡ് ടാർഗറ്റ് ഫോർ ദ ലീഗ് ആൻഡ് ചാമ്പ്യൻസ് ലീഗിലും പ്രോഗ്രസ് ചെയ്യാൻ ശ്രമിക്കുക. അറ്റ്ലീസ്റ്റ് ഒരു ഡൊമസ്റ്റിക് കപ്പുകൾ സീരിയസ് ആയിട്ട് എടുക്കുക. ഇപ്പം നമ്മൾ നോക്കാനായിട്ടാണെങ്കിൽ ഡൊമസ്റ്റിക് കപ്പുകൾ വേണ്ട, നമുക്ക് ചാമ്പ്യൻസ് ലീഗും ഫോക്കസ് ചെയ്യാം എന്ന് പറഞ്ഞ് പോയിട്ട് കാര്യമില്ല. എല്ലാ കോമ്പറ്റീഷനും ഈക്വലി ഇമ്പോർട്ടൻസ് കൊടുത്തു പോകുക. അതാണ് ഒരു സുപ്പീരിയർ ടീമിന്റെ ക്വാളിറ്റി. അതാണ് നമ്മൾ നോക്കാനായിട്ടാണ് സിറ്റി എല്ലാ വർഷവും കാണിച്ചുകൊണ്ടിരുന്നത്. ഇവർ ക്ലോപ്പിന്റെ അണ്ടർ ലിവർപൂളും കാണിക്കുമായിരുന്നു, ഫർദർ സ്റ്റേജസ് വരെ എല്ലാത്തിനും പോകുമായിരുന്നു. സോ ആർസണലും അത് ടാർഗറ്റ് ചെയ്യണം. അർട്ടേറ്റനെ കീപ്പ് ചെയ്യാനായിട്ട് ആർസണൽ തീരുമാനിച്ചിട്ടുണ്ട്. ഐ തിങ്ക് നെക്സ്റ്റ് സീസൺ അർട്ടേറ്റയ്ക്ക് ക്രൂഷ്യൽ ടെസ്റ്റ് ആണ്. നെക്സ്റ്റ് സീസൺ ഈവൻ ദോ ടോപ്പ് 4 ഫിനിഷ് ചെയ്യുകയും കപ്പ് കോമ്പറ്റീഷൻസ് ഇപ്പോൾ ചാമ്പ്യൻസ് ലീഗിൽ സെമി ഫൈനലിൽ വീണ്ടും എത്തിക്കുകയാണെങ്കിൽ മേ ബി മാനേജ്മെന്റ് മൈ ബി ഹാപ്പി. പക്ഷേ ഫാൻസിന്റെ ഇടയിൽ അർട്ടേറ്റ ഔട്ട് വിളി കൂടും. കാരണം ഈ ട്രസ്റ്റ് ദ പ്രോസസ് തുടങ്ങിയിട്ട് കുറേ വർഷങ്ങളായി. ആർസണൽ അർട്ടേറ്റ ഏറ്റെടുത്തതിന് ശേഷം മാസീവ് പ്രോഗ്രസ് നടത്തിയിട്ടുണ്ട്, ഇല്ലാന്നല്ല, സ്ക്വാഡ് വൈസ് ഒക്കെ പറയാനായിട്ടാണ്. പക്ഷേ നമ്മൾ പറയല്ലോ, ഈ ഫുട്ബോള് പഴയ ഇപ്പം അലക്സ് ഫെർഗൂസൺ എറ പോലത്തെ എറ അല്ലേ. ഇപ്പം റിസൾട്ടുകൾ മസ്റ്റാണ്. സോ സ്പീഡി റിസൾട്ടുകൾ വന്നേ പറ്റൂ. സോ ഈ ഒരു മോഡേൺ ടൈമിൽ ഇത്രയും ടൈം കിട്ടിയ ഒരു മാനേജർ ഉണ്ടോ എന്നുള്ളൊരു ക്വസ്റ്റ്യൻ ഉണ്ട് അർട്ടേറ്റയുടെ കാര്യത്തിൽ. സോ അർട്ടേറ്റനെ സീരിയസ്ലി ഈ ബോർഡ് ബാക്ക് ചെയ്തിട്ടുമുണ്ട്. സോ അർട്ടേറ്റ റൈറ്റ് ആയിട്ടുള്ള അഡീഷൻസ് കൊണ്ടുവന്ന് നെക്സ്റ്റ് സീസൺ കോമ്പീറ്റ് ചെയ്യുക. അതാണ് അർട്ടേറ്റ ആർസണലിൽ ചെയ്യേണ്ടത്. സോ എന്നോട് ആർസണലിൽ മസ്റ്റ് ആയിട്ട് നടത്തേണ്ട സൈനിങ് എന്താണെന്ന് ചോദിച്ചാൽ ഐ വിൽ സേ ഇറ്റ്സ് സെസ്കോ ഡീൽ ആർസണൽ സീരിയസ്ലി പ്രോഗ്രസ് ചെയ്യുന്നുണ്ട്. സോ ആർസണൽ സെസ്കോയുടെ പേഴ്സണൽ ടൈംസ് അഗ്രി ചെയ്തെന്ന് റിപ്പോർട്ട് വരുന്നുണ്ട്. സോ ആ ഡീൽ ഓവർ ദ ലൈൻ നടത്തുക, അത് ആർസണൽ ചെയ്തേ പറ്റും. കാരണം യു ബോയ്സ് നീഡ് എ സീരിയസ് ഗോൾ സ്കോറർ, എസ്പെഷ്യലി ഒരു പ്രോപ്പർ സെൻട്രൽ ഫോർവേഡ് വേണം. സെസ്കോ ക്ലിക്ക് ആവാതിരിക്കാം. പക്ഷെ ആളുടെ സ്റ്റാറ്റ്സ് അർട്ടേറ്റയുടെ സ്റ്റൈൽ ഓഫ് പ്ലേക്ക് റിയലി സ്യൂട്ട് ആവുന്ന ഒരു സെൻട്രൽ ഫോർവേഡാണ്. അർട്ടേറ്റയ്ക്ക് വേണ്ട സെൻട്രൽ ഫോർവേഡ് പുള്ളിയാണെന്നാണ് പറയുന്നത്. സോ ഗോ ആൻഡ് സൈനിങ്, പൈസ ഇറക്കേണ്ടടുത്ത് ഇറക്കുക. അതുപോലെ തന്നെ ലെഫ്റ്റ് വിങ്ങിൽ ഒരു പ്രോപ്പർ ബോളർ വേണം. നമ്മൾ പറയുമല്ലോ, സാക്കയോടൊപ്പം തന്നെ പിടിച്ചിരിക്കാൻ പറ്റുന്ന, അത്രയും ത്രെട്ട് ക്രിയേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു പ്ലെയർ വന്നേ പറ്റൂ. സോ സാനയുടെ പേര് കേൾക്കുന്നുണ്ട്, ഫ്രീ ഏജന്റ് ആണ്.
മേക്ക് സെൻസ് എന്ന് വെച്ചാൽ മേക്ക് സെൻസ്. പക്ഷെ മറ്റൊരു ഗബ്രിയൽ മാർട്ടിനെല്ലി ആവാനായിട്ടാണ് എനിക്ക് സാനയിൽ കൂടുതലും കാണുന്നത്. ഗ്യാരണ്ടീഡ് റിസൾട്ട് ഒരിക്കലും ഇല്ല. സാനെ ലാസ്റ്റ് ഫ്യൂ ഇയേഴ്സ് ആയിട്ട് ഗ്രാഫ് താഴോട്ട് പോകുന്ന ഒരു പ്ലെയറാണ്. പക്ഷെ ആർസണൽ സീരിയസ്ലി നോക്കാൻ പറ്റുന്ന 2 പ്ലേയേഴ്സ്, ഒന്ന് നിക്കോ വില്യംസ് ആണ്. ഡെഫിനറ്റ്ലി 58 മില്യൺ യൂറോസിന്റെ റിലീസ് ക്ലോസ് ട്രിഗർ ചെയ്യാൻ പറ്റും. ആളുടെ സാലറി ഡിമാൻഡ്സ് 300K പ്ലസ് ആണെന്ന് കേൾക്കുന്നുണ്ട്. സോ ആർസണൽ അത് അഫോർഡ് ചെയ്യാൻ പറ്റുമോ എന്നുള്ളൊരു ക്വസ്റ്റ്യൻ ഉണ്ട്. പക്ഷെ അഫോർഡ് ചെയ്യാൻ പറ്റും. പക്ഷേ 300K കൊടുക്കണം നിക്കോ വില്യംസ് എന്നുള്ളൊരു ക്വസ്റ്റ്യൻ ഉണ്ട്. ആൻഡ് ആളുടെ മറ്റ് ഡിമാൻഡ്സുകൾ മീറ്റ് ചെയ്യുമോ എന്നുള്ളൊരു ക്വസ്റ്റ്യൻ ഉണ്ട്. സോ നിക്കോ വില്യംസ് ഡീൽ ആർസണൽ ഇൻട്രസ്റ്റഡ് ആണെങ്കിൽ പ്രോഗ്രസ് ചെയ്യുക. ആളുടെ സാലറി ഡിമാൻഡ്സ് കൂടുതലാണെങ്കിൽ കുറച്ച് പേ ചെയ്ത് കൊണ്ടുവരണമെങ്കിൽ കൊണ്ടുവരിക. കാരണം നിക്കോ വില്യംസ് ഓൺ ദ ലെഫ്റ്റ്, സാക്ക ഓൺ ദ റൈറ്റ്, മേക്സ് പെർഫെക്റ്റ് സെൻസ്. നിക്കോ വില്യംസ് ഡീല് കൂടുതൽ എക്സ്പെൻസീവ് ആണ് സാലറി വൈസ് എന്നെങ്കിൽ ഇപ്പം മാർക്കറ്റിൽ അവൈലബിൾ ആവുകയാണെങ്കിൽ സ്കൈ സ്പോർട്സ് ഒക്കെ റിപ്പോർട്ട് ചെയ്യുന്ന ഒരു കാര്യമാണ് റോഡ്രിഗോയിലും ആർസണൽ ഇൻട്രസ്റ്റ് ഉണ്ടെന്ന് പറയുന്നുണ്ട്. സോ ഡെഫിനറ്റ്ലി റോഡ്രിഗോ ആർസണൽ ടീമിന്റെ ബെസ്റ്റ് പ്ലെയറായി മാറും. ആർസണൽ ടീമിന്റെ എന്നാ പറയുക, സാക്ക ഓൺ ദ റൈറ്റ്, റോഡ്രിഗോ ഓൺ ദ ലെഫ്റ്റ്, അങ്ങനത്തെ ഒരു സിറ്റുവേഷൻ വരുവാണെങ്കിൽ ഒന്നൊന്നര ടീമായി മാറും. റോഡ്രിഗോയ്ക്ക് കേൾക്കുന്ന പ്രൈസ് 100 മില്യൺ ആണ്. പിന്നെ ആളുടെ സാലറി ഡിമാൻഡ്സ് 300K താഴെയാണ്. സോ വിത്തൗട്ട് എ ഡൗട്ട് നിക്കോ വില്യംസിനെക്കാളും എന്തുകൊണ്ടും സാലറി വൈസ് നോക്കാനായിട്ടാണ് ഇപ്പൊ 300K റോഡ്രിഗോ ഡിമാൻഡ് ചെയ്താൽ യെസ് ആളുടെ ഔട്ട്പുട്ട് ഗ്യാരണ്ടീഡ് ആണ്. റോഡ്രിഗോ എന്ന് പറയുമ്പോഴേക്കും ഗ്യാരണ്ടീഡ് ഔട്ട്പുട്ട് ആണ്. നിക്കോ വില്യംസും ഐ തിങ്ക് പ്രിറ്റി സോളിഡ് പ്ലെയർ തന്നെയാണ്, ഗ്യാരണ്ടി ആണ്. പക്ഷെ എന്നാലും റോഡ്രിഗോനെ ആർസണലിന് പുള്ള് ചെയ്യാൻ പറ്റും എന്നുള്ളൊരു സിറ്റുവേഷൻ ആണെങ്കിൽ ഗോ ഫോർ ഇറ്റ്. ആർസണൽ എന്നാ പറയുക, പൈസ 100 മില്യൺ ആണ് ടോട്ടൽ പാക്കേജ് കേൾക്കുന്നു. സോ ആർസണലിന് അത് സ്പെൻഡ് ചെയ്യാൻ പറ്റുമെങ്കിൽ സ്പെൻഡ് ചെയ്യുക. സെസ്കോയ്ക്ക് 80 മില്യൺ ആവുമെന്ന് കേൾക്കുന്നു, റോഡ്രിഗോയ്ക്ക് 100 മില്യൺ ആവുമായിരിക്കും. സോ 180 മില്യൺ ആർസണൽ ഈ വിൻഡോ സ്പെൻഡ് ചെയ്യാനാണ്. സുബിമെൻഡിക്ക് 50 മില്യൺ ഉണ്ട്. 230-250 മില്യൺ സ്പെൻഡ് ചെയ്യാൻ പറ്റുമെന്ന് ചോദിച്ചാൽ പറ്റും. ആർസണൽ അതിനുള്ള PSR വൈസ് അതിനുള്ള ഗ്യാപ്പ് ഉണ്ടെന്നാണ് കേൾക്കുന്നത്. സോ ആർസണൽ ഇനിയും വേണ്ടത് അവിടുന്ന് ഇവിടുന്ന് പിക്ക് ചെയ്യാതെ ഈ സ്ക്വാഡിൽ കോമ്പറ്റീഷൻ കൊണ്ടുവരണം. ഈ സ്ക്വാഡിനെ പെട്ടെന്നൊരു ലീഗ്, ആർസണലിൽ ലീഗ് ടൈറ്റിലിന് നെക്സ്റ്റ് സീസൺ കോമ്പീറ്റ് ചെയ്തേ പറ്റും. സോ റോഡ്രിഗോ സാനെയാണോ ആർസണലിനെ പെട്ടെന്ന് ലീഗ് ടൈറ്റിലോട്ട് കോമ്പീറ്റ് ചെയ്യുന്ന പ്ലെയർ അല്ല. നിക്കോ വില്യംസ് യെസ്, റോഡ്രിഗോ ഡെഫിനറ്റ്ലി യെസ്. സോ ഒരു നിക്കോ വില്യംസിനെ ആഡ് ചെയ്യുകയാണെങ്കിൽ ഡെഫിനറ്റ്ലി ആർസണൽ കൂടുതൽ സ്ട്രോങ്ങർ ആവും, ഗോൾസ് ആ സൈഡിൽ നിന്ന് വരും. അതേസമയത്ത് റോഡ്രിഗോനെ ആഡ് ചെയ്യുകയാണെങ്കിൽ അതിനേക്കാളും സ്ട്രോങ്ങർ ആവും. ഒരു മാർക്കറ്റിംഗ് വൈസ് ഓൾസോ ഫൈനാൻഷ്യലി വലിയൊരു എന്താ പറയുക ബെനിഫിറ്റ്സ് റോഡ്രിഗോ ഡീലിലൂടെ സെയിൽസും അല്ലാതെ വ്യൂവർഷിപ്പിലും ഒക്കെ ഇമ്പ്രൂവ്മെന്റ്സ് വരും. സോ റോഡ്രിഗോ ഡെഫിനറ്റ്ലി ആർസണൽ ഇമ്പ്രൂവ് ചെയ്യുന്ന ഒരു പ്ലെയർ ആണ്. സെയിം നിക്കോ വില്യംസ്. അതേസമയത്ത് സാനെ അല്ലെങ്കിൽ ഒരു ഗ്നാബ്രി, കോമാൻ ഇങ്ങനത്തെ പ്ലേയേഴ്സിനെ കൊണ്ടുവരുവാണെങ്കിൽ മറ്റൊരു മാർട്ടിനെല്ലി ആവാനായിട്ടുള്ള സാധ്യതയാണ് കൂടുതലും കാണുന്നത്. സോ ഡെഫിനറ്റ്ലി റോഡ്രിഗോ ഓർ നിക്കോ വില്യംസ് ഇങ്ങനത്തെ 2 പ്ലേയേഴ്സിൽ 100 മില്യൺ അറൗണ്ട് പാക്കേജ് സ്പെൻഡ് ചെയ്യാനായിട്ട് ആർസണൽ റെഡി ആവും. സോ ഇന്നത്തെ മാർക്കറ്റ് അതാണ്. ആർസണൽ ടീമിൽ അവിടെ എന്നാ പറയുക ടീമിനെ ഇമ്പ്രൂവ് ചെയ്യുന്ന മാസീവ്ലി നെക്സ്റ്റ് സ്റ്റെപ്പിലോട്ട് കൊണ്ടുപോകുന്ന പ്ലെയറാണ്. അതുപോലെ തന്നെ ആർസണലിന് എനിക്ക് അഡീഷൻ നടത്തിയാൽ കൊള്ളാമെന്ന് തോന്നുന്ന 1-2 ഏരിയാസ് ഉണ്ട്. സുബിമെൻഡി വരുന്നുണ്ട്. ഐ തിങ്ക് ദാറ്റ്സ് എ ഗുഡ് സൈനിങ്. എസ്പെഷ്യലി ഡെക്ലൻ റൈസിന് പ്രോപ്പർ നമ്പർ 8 ആയിട്ട് കളിക്കാൻ പറ്റും. ഇപ്പോൾ തോമസ് പാർട്ടിക്ക് ഇഞ്ചുറി പറ്റുമ്പോഴോ മറ്റോ ഒക്കെ ഡെക്ലൻ റൈസ് നമ്പർ 6 റോൾ കളിക്കേണ്ടി വരും. പക്ഷേ ഐ തിങ്ക് ഡെക്ലൻ റൈസ് ഒരു പ്രോപ്പർ നമ്പർ 8 ആയിട്ട് കളിക്കുന്നതാണ് ടീമിന് കൂടുതൽ ബെനിഫിഷ്യൽ ആവാറുണ്ട്. തോമസ് പാർട്ടിന്റെ പുതിയൊരു കോൺട്രാക്ട് ഓഫർ അവർ വെച്ചിട്ടുണ്ട്. സോ തോമസ് പാർട്ടിയും നിൽക്കുന്നത് ആർസണലിന് വളരെ നല്ലതായിരിക്കും. എസ്പെഷ്യലി ജോർജീനോ ബോയ്സ് ഇതിക്ക് സുബിമെൻഡി നമ്പർ 6 റോൾ ഹി ഹാസ് ടു സ്റ്റാർട്ട്. സുബിമെൻഡി ആർസണൽ ടീമിനെ മാസീവ്ലി ഇംപ്രൂവ് ചെയ്യും. ആ ഒരു സുബിമെൻഡി സ്റ്റാർട്ട് ടീമിലേക്ക് ഒരു ബാക്കപ്പ് ആയിട്ട് തോമസ് പാർട്ടിനെ യൂസ് ചെയ്യാൻ പറ്റുവാണെങ്കിൽ ദാറ്റ്സ് എ ഗ്രേറ്റ് ചോയ്സ്. എസ്പെഷ്യലി ആർസണൽ ലീഡ് ചെയ്യുന്ന സിറ്റുവേഷൻസിലൊക്കെ തോമസ് പാർട്ടി പിച്ചിലുണ്ടെങ്കിൽ സുബിമെൻഡി തോമസ് പാർട്ടി ഡബിൾ പിവറ്റ് എത്താൻ അതൊരു ഓപ്പർച്യൂണിറ്റി ആയിട്ട് യൂസ് ചെയ്യാനായിട്ട് സാധിക്കും. അതുപോലെ തന്നെ ഒഡിഗാർഡിന് അവിടെ ഒരു കോമ്പറ്റീഷൻ കൊടുക്കേണ്ട ആവശ്യമുണ്ട്. സോ എനിക്ക് ഒഡിഗാർഡിന് കോമ്പറ്റീഷൻ കൊടുക്കാനായിട്ടും മേ ബി ലെഫ്റ്റ് ഹാൻഡ് സൈഡിൽ ഇപ്പോൾ ഒരു വിങ്ങർ ഇപ്പം ആർസണലിൽ 100 മില്യൺ സ്പെൻഡ് ചെയ്യാനായിട്ടില്ല, ഒരു ഓപ്പർച്യൂണിറ്റി സൈനിങ് ആയിട്ട് യൂസ് ചെയ്യാവുന്ന ഒരു പ്ലെയർ ആയിട്ട് തോന്നിയിട്ടുള്ളത് അർജന്റീനയുടെ തിയാഗോ അൽമാഡയാണ്. ബോട്ടഫോഗോയുടെ പ്ലെയർ ആണ്. ആൾ ഈ സീസൺ ലോണിലാണ് ലെവനിൽ കളിക്കുന്നത്. 16 കളികളിൽ നിന്ന് ആൾ അധികം വലിയതായിട്ടൊന്നും ഇംപ്രസ് ചെയ്തിട്ടില്ല. 1 ഗോളും 4 അസിസ്റ്റ് നേടിയിട്ടുള്ളൂ 16 കളി. മിക്കപ്പോഴും ഓഫ് ദ ബെഞ്ച് ഒക്കെയാണ് ഇറങ്ങി സ്റ്റാർട്ട് ചെയ്തപ്പോഴാണ് കുഴപ്പമില്ല. പക്ഷെ അർജന്റീനയ്ക്ക് വേണ്ടി റീസെന്റ് മാച്ചുകൾ കാണുമ്പോൾ ഹീസ് റിയലി ഇംപ്രസീവ്. സോ ഒരു റിസ്ക് എടുക്കാം. മേ ബി ബോട്ടഫോഗോ ആസ്ക് ചെയ്യുന്ന പ്രൈസ് എക്സാക്ട്ലി എത്രയാണെന്ന് അറിയത്തില്ല. പക്ഷെ ഒരു 40 മില്യൺ അറൗണ്ട് പാക്കേജിന് അവൈലബിൾ ആവുകയാണെങ്കിൽ ഡെഫിനറ്റ്ലി അൽമാഡ ഈസ് എ ഗുഡ് ഓപ്ഷൻ. 1 ലെഫ്റ്റ് ഹാൻഡ് സൈഡിലും യൂസ് ചെയ്യാം, 2 ഒഡിഗാർഡിന് നമ്പർ 10 റോളിൽ ഒരു കോമ്പറ്റീഷൻ കൊടുക്കുകയും ചെയ്യാം. അതുപോലെ തന്നെ ആർസണൽ എൻ്റെ ഒരു ഒപ്പീനിയനിൽ നോക്കേണ്ട ഒരു പ്ലെയർ റൈവൽ, അതായത് കഴിഞ്ഞ സീസൺ ആർസണലിന്റെ റൈവൽസ് ആയിരുന്ന ഫസ്റ്റ് സ്പോട്ട് ഫിനിഷ് ചെയ്ത ടീമിൽ നിന്ന് എടുക്കാൻ പറ്റിയൊരു പ്ലെയർ ഉണ്ട്. ഈ ഒരു പ്ലെയറിനെ എത്തിച്ചാലായിട്ട് സാക്കയ്ക്കും ഒരു ബാക്കപ്പായിട്ട് റൈറ്റ് ഹാൻഡ് സൈഡ് യൂസ് ചെയ്യാം. അതുപോലെ തന്നെ നമ്മൾ നോക്കാനായിട്ടാണെങ്കിൽ ഒഡിഗാർഡിന് നമ്പർ 10 റോളിൽ ഒരു കോമ്പറ്റീഷൻ കൊടുക്കാനായിട്ട് സാധിക്കും. എക്സാക്ട്ലി ഒഡിഗാർഡ് ചില മാച്ചുകളിൽ നമുക്കറിയാം ഒരു നമ്പർ 8 പോലെ ഡ്രോപ്പ് ചെയ്ത് കളിക്കുന്ന സിറ്റുവേഷൻ വരാറുണ്ട്. ഏലിയറ്റ് അങ്ങനെ കളിക്കുമെന്ന് ചോദിച്ചാൽ ഞാൻ പേര് പറഞ്ഞു പോയി, ഹാർവി ഏലിയറ്റ്, ലിവർപൂളിലെ ഹാർവി ഏലിയറ്റിന്റെ കാര്യത്തിലൂടെ വരുമ്പോൾ ഹി ക്യാൻ പ്ലേ ഓൺ ദ റൈറ്റ്. സാക്കിക്ക് റെസ്റ്റ് കൊടുക്കാൻ കൊടുക്കുക, അവിടെ യൂസ് ചെയ്യാം.
ബട്ട് ഈ ക്യാൻ ഓൾസോ പ്ലേ ആസ് എ നമ്പർ 10. ഒഡിഗാർഡിന് പകരമായിട്ട് നമുക്ക് നോക്കാനായിട്ടാണ് അവിടെയും യൂട്ടിലൈസ് ചെയ്യാനായിട്ട് സാധിക്കും. സോ 40 million pounds ഒരു ആസ്കിംഗ് പ്രൈസ് ആണ് ഏലിയട്ടിലുള്ളത്. ഐ തിങ്ക് ആർസണൽ ക്യാൻ ഈസിലി അഫോർഡ് ദാറ്റ്. ഏലിയറ്റിനെ സൈൻ ചെയ്യുകയാണെങ്കിൽ ഒരു ഗുണം റൈറ്റ് ഹാൻഡ് സൈഡിൽ യൂസ് ചെയ്യാം, നമ്പർ 10 റോളിലും യൂസ് ചെയ്യാം. സോ അൽമാഡ, ഏലിയറ്റ് ഈ രണ്ട് പ്രൊഫൈലുകൾ സൈൻ ചെയ്യുകയാണെങ്കിൽ ഒരു ഗുണം വൈഡ് ഏരിയാസിന് യൂസ് ചെയ്യാം, നമ്പർ 10 റോളിൽ ഇവനൊരു കോമ്പറ്റീഷൻ കൊടുക്കുകയും ചെയ്യാം നമ്മുടെ ഒഡിഗാർഡിന്. സോ ഐ തിങ്ക് ആർസണൽ അഡീഷൻസ് നടത്തേണ്ട ആവശ്യമുണ്ട്. എന്നോട് ചോദിക്കുകയാണെങ്കിൽ സെസ്കോ, അതുപോലെ തന്നെ ലെഫ്റ്റ് വിങ്ങർ ഏലിയട്ട് ഓർ അൽമാഡ പോലത്തെ ഒരു പ്രൊഫൈലും കൂടെ വരുവാണെങ്കിൽ, ലെഫ്റ്റ് വിങ്ങിൽ നിക്കോ, റോഡ്രിഗോ ഒക്കെ പോലെ ഗ്യാരണ്ടീഡ് റിസൾട്ടുകൾ പ്രൊവൈഡ് ചെയ്യാൻ പറ്റുന്ന ടൈപ്പ് ഓഫ് ലെഫ്റ്റ് വിങ്ങർ. അല്ലാതെ മേ ബി ഒരു 2 വർഷം കഴിഞ്ഞിട്ട് പ്രോസ്പർ ചെയ്യാൻ സാധ്യതയുണ്ട് അങ്ങനെ പോയി വാങ്ങിക്കുന്ന 1-2 സൈനിങ്സുകളല്ല, പ്രോസ്പർ ചെയ്യുന്ന ഗ്യാരണ്ടി ഉള്ള ടൈപ്പ് ഓഫ് സൈനിങ്സ് ക്യാൻ ഡെഫിനറ്റ്ലി ഇംപ്രൂവ് ആർസണൽ. ഡിഫെൻസീവ്ലി ആർസണലിന് വലിയ വറീസ് ഇല്ല. ഐ തിങ്ക് പ്രെറ്റി സോളിഡ് ആണ്. വൈറ്റ് അവിടെ നിൽക്കും, സിഞ്ചോക്കോ പോവായിരിക്കും, ബട്ട് വൈറ്റ്, ലൂയിസ് കെല്ലി, ടിംബർ, കാലിഫ്യോറി, സലീബ, കിവിയോർ പോകാനായിട്ടുള്ള സാധ്യതയാണ്. പക്ഷേ മേ ബി 1-2 അഡീഷൻസ് അവിടെയും കൊണ്ടുവന്നിരിക്കാം. പക്ഷേ സീരിയസ് ആയിട്ട് ഫണ്ട് ഇറക്കി സെൻറ്റർ ബാക്ക് ഏരിയയിൽ അഡീഷൻസ് നടത്തേണ്ട തലവേദന റൈറ്റ് നൗ സെൻറ്റർ ബാക്കിലോ അല്ലെങ്കിൽ ഈവൻ വിങ് ബാക്സിലോ നടത്തേണ്ട ഒരു തലവേദന ഇപ്പോൾ ആർസണലിനില്ല. ആർസണലിൻ്റെ പ്രയോറിറ്റി അറ്റാക്കിലും ആയിരിക്കണം, അതായിരിക്കണം ആർസണലിൻ്റെ പ്രയോറിറ്റി. സോ ലെറ്റ്സ് സീ. കെപ്പേര റിലീസ് ക്ലോസ് അവർ ട്രിഗർ ചെയ്ത് കൊണ്ടുവരുന്നുണ്ട്. ബാക്കപ്പ് ചോയ്സ് ആയിട്ട് റൈക്ക് ഐ തിങ്ക് പ്രെറ്റി സോളിഡ് ഗോൾ കീപ്പറാണ്. ഇപ്പം ബോൺമുത്തിലെ ലാസ്റ്റ് സീസൺ പെർഫോമൻസ് വെച്ച് കെപ്പ, ആൻഡ് ബാക്കപ്പായിട്ട് റയയുടെ ബാക്കപ്പായിട്ട് കെപ്പ എന്തായാലും നെറ്റോനേക്കാളും ബെറ്റർ ഓപ്ഷൻ തന്നെയാണ് വിത്തൗട്ട് എ ഡൗട്ട്. സോ അവിടെ ആർസണൽ ഇംപ്രൂവ്മെന്റ്സ് വരുത്തിയിട്ടുണ്ട്. സൂപ്പർമെൻഡി മിഡ്ഫീൽഡിൽ മാസീവ് ഇംപ്രൂവ്മെന്റ്സ് വരുത്തും. ഐ തിങ്ക് മിഡ്ഫീൽഡിൽ കൂടുതൽ അഡീഷൻസിന്റെ ആവശ്യമില്ല, അറ്റാക്കിലാണ്. ആൻഡ് ഒഡിഗാർഡിന് കോമ്പറ്റീഷൻ കൊടുക്കാൻ പറ്റുന്ന ഒരു പ്ലെയർ. സോ എന്താണ് നിങ്ങൾക്ക് ഓവറോൾ പറയാനായിട്ടുള്ളത് പറയാം. അപ്പോൾ നമുക്ക് മറ്റൊരു വീഡിയോ കാണാം. അതുവരേക്കും.